സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ച സന്ധ്യയോട് മമ്മൂട്ടിയുടെ സ്നേഹാന്വേഷണം ഇപ്പോൾ എങ്ങനെയുണ്ട്? നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിന്റെ വേദന അല്പനേരത്തെങ്കിലും മറന്ന് കൃത്രിമക്കാലിൽ എഴുന്നേറ്റ് നിന്ന് സന്ധ്യ പറഞ്ഞു. നടന്നു തുടങ്ങി. പിന്നെ മമ്മൂട്ടി സന്ധ്യയുടെ കൈപിടിച്ചു. ആ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞു, ഇനി വീടിൻ്റെ സ്ഥലത്തിൻ്റെയും കാര്യമല്ലേ, അതും നടക്കും. ഉറപ്പ്. സന്ധ്യയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ വെളിച്ചം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് അടിമാലി കൂമ്പമ്പാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായ പരിക്കേറ്റ് കാൽ നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കുകയും കൃത്രിമക്കാൽ വെക്കുന്നതിന് വേണ്ട സഹായം ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. ചികിത്സയ്ക്കും കൃത്രിമക്കാലിനുമായി 20 ലക്ഷത്തോളം രൂപയാണ് വേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും രാജഗിരി ആശുപത്രിയും ചേർന്ന് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സന്ധ്യയ്ക്ക് ചികിത്സയും കൃത്രിമക്കാലും നൽകിയത്. കൃത്രിമക്കാൽ വെച്ചതിന് ശേഷം ആദ്യമായി ഡോക്ടറെ കാണാൻ രാജഗിരി എത്തിയതായിരുന്നു സന്ധ്യ. മമ്മൂട്ടിയെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന് സന്ധ്യയുടെ ആഗ്രഹം രാജഗിരി ആശുപത്രി അധികൃതരാണ് കെയർ ആൻഡ് ഷെയർ ഭാരവാഹികളെ അറിയിച്ചത്. ഷൂട്ടിംഗ് ആവശ്യത്തിന് കൊച്ചിയിലായിരുന്ന മമ്മൂട്ടി തിരക്കുകൾ മാറ്റിവെച്ച് സന്ധ്യയെ കാണാനെത്തി. ചികിത്സയും വിവരങ്ങളും ആരോഗ്യസ്ഥിതിയുമെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയ മമ്മൂട്ടി സാരിയും ചെടിയും സമ്മാനിച്ചാണ് സന്ധ്യയെ യാത്രയാക്കിയത്. മണ്ണിടിച്ചിൽ സർവ്വവും നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് സ്ഥലവും വീടും നൽകാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി.